ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാറുവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറി ചെയ്ത് നോക്കിയാലോ. അപ്പത്തിൻ്റെ കൂടെയൊക്കെ രാവിലെ കഴിക്കാൻ നല്ലതായിരിക്കും. ഞാനപ്പോൾ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് പൊടിക്കാത്ത ഗരം മസാല കുറച്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിലയും 2 വറ്റൽമുളകും കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗരം മസാലയും വറ്റൽമുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വരും വരെ നമുക്കൊന്ന് ചെറുതായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഗരം മസാലയൊക്കെ മൂത്തുമ്പോൾ നമുക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചൊന്ന് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒരു വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു 1/2 തക്കാളി മുറിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് പതുക്കെ വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തക്കാളിയും സവാളയൊക്കെ ഏകദേശം 50% വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് വഴറ്റി പതുക്കെ ഒന്ന് വഴറ്റി എടുക്കാം. ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം നമുക്ക് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പതിയെ വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ വെച്ച് നമുക്ക് മസാലയുടെ പച്ച മണമൊക്കെ മാറാൻ പാകത്തിന് വഴറ്റി എടുക്കാം. അപ്പോൾ നമുക്ക് ഹോട്ടൽ സ്റ്റൈലിൽ മുട്ടക്കറി പിന്നീടൊരു ദിവസം നമുക്ക് ചെയ്യാം. ഇപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുന്നത് മാതിരി സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറിയുണ്ട്. നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചാറ് കൂടുതൽ വേണമെന്നുള്ളവർ വെള്ളം കൂട്ടി എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് പതുക്കെ വഴറ്റി കൊടുക്കാം. ഇത് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. 2-3 മിനിറ്റ് അടുപ്പത്തിരുന്ന് വെന്ത് ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചാറൊക്കെ വറ്റി തെളിഞ്ഞ് വന്നിട്ട് മുട്ടക്കറി റെഡിയുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ 2 മുട്ട നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അതെല്ലാവർക്കും ട്രൈ ചെയ്യാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് കാണണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
നിങ്ങളുടെ പ്രോത്സാഹനം വേണം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള മുട്ടക്കറി റെഡിയായി. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെയും എല്ലാവർക്കും നന്ദി.